Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala rasulihil ameen wa ala alihi wa ashabihi ajma'in amma ba'd. Allahu Akbar kabira, alhamdulillahi kathira, subhanallahi bukratan wa asila. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Rabbi zidna ilma. Allahumma 'allimna ma yanfa'una wanfa'na bima 'allamtana. ربنا زدنا علما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. പ്രിയ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടാനും അവസരം തന്ന അള്ളാഹുവിന് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഏറ്റവും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് മുംതാസ് മാമും ആയിഷ മാമും ആണ് നമ്മുടെ എല്ലാം തന്നെ ഈ ഒരു പ്രസംഗ പരിശീലന കോഴ്സിലേക്ക് എത്തിച്ചതും അവസരം തന്നതും. അവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും അതുപോലെ ഉന്നതങ്ങളിലേക്ക് എത്താനും അള്ളാഹുവിന്റെ കലാമിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിലൂടെ പാഠം ഉൾക്കൊള്ളാനും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഈ ഒരു സദസ്സിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഇരുത്തം അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ഇതൊരു സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സൂറത്ത് ബഖറയിലെ 21-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഊതി വെച്ച ആയത്ത്. അല്ലാഹു ഇതിൽ നിന്നും കൂടുതൽ തദബ്ബുർ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും അവസരം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ആയത്തിന്റെ വൺ വേർഡ് ആയിട്ടുള്ള മീനിങ്ങിലേക്ക് പോവാം. യാ അയ്യുഹൻ നാസ്, ഏ ജനങ്ങളെ, അബ്ദു നിങ്ങൾ ആരാധിക്കുവിൻ, റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവിനെ, അല്ലദി യാതൊരുവനായ, ഖലഖക്കും അവൻ നിങ്ങളെ സൃഷ്ടിച്ചു, വല്ലദീന യാതൊരുവൻ, മിൻ ഖബലിക്കും നിങ്ങളുടെ മുമ്പുള്ളവരെയും, ലഅല്ലക്കും നിങ്ങളായേക്കാം, തത്തഖൂൻ സൂക്ഷ്മത പാലിക്കുന്നവർ ആയേക്കാം. ഇപ്പം മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ തുടങ്ങി 20 ആയത്തുകള് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്ത ആളുകളാണ് ഈ ഇരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മുമ്പുള്ള ആയത്തുകളിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. 3 വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങള്, കാഫിരീങ്ങള്, മുനാഫിക്കുകള്. അവര് അപ്പം ഈ ഗ്രന്ഥം എന്തിനുള്ളതാണ്? ഹിദായത്തിനുള്ളതാണ്. ആർക്കാണ് ഹിദായത്ത് കിട്ടുക, ആർക്കാണ് കിട്ടാതിരിക്കുക? ആർക്കാണ് കിട്ടുക എന്ന് പറയുമ്പോൾ ഓരോ വിഭാഗത്തിന്റെയും ലക്ഷണങ്ങൾ എന്തൊക്കെ, സ്വഭാവങ്ങൾ എന്തൊക്കെ, മാത്രമല്ല ഈ 2 വിഭാഗത്തിന്റെയും അവസാനം എന്താണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാഫിരീങ്ങളെയും മുനാഫിക്കുകളുടെയും അവസാനത്തെ കുറിച്ച് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ മുത്തഖീങ്ങളുടെ അവസാനം അതും അള്ളാഹു നമ്മെ ഉണർത്തിച്ചു. നമ്മളെല്ലാവരും ഒരുങ്ങി പുറപ്പെട്ടവരാണ് അല്ലെ, നമ്മളെ മൈൻഡൊക്കെ സെറ്റാക്കി വെച്ചവരാണ്. ഈ ഒരു വിലപിടിച്ച സമ്മാനം അള്ളാഹു തന്ന ഈ പ്രഷ്യസ് ഗിഫ്റ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് തന്നതിന് അല്ലെ, അതിന് ഈ ഹുദ നമുക്ക് നേടിയെടുക്കണം. നമ്മൾ പ്രത്യേകം സെലക്റ്റഡ് ആയ കുറെ ആളുകളാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഉള്ളിൽ ഇനി ഒരിക്കലും കുഫറിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല. മുഅ്മിനീന്റെ എല്ലാ ക്വാളിറ്റീസും ഉൾക്കൊണ്ട് ജീവിക്കാൻ, കൂടുതൽ പഠിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഹിദായത്ത് എന്ന ക്വാളിറ്റി നമുക്ക് നേടിയെടുക്കണം. അത് ആർക്കാണ്? മുഅ്മിനീങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഗുണവിശേഷണമാണ്.
അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും മതിയായ ആഗ്രഹമുണ്ട്. അപ്പൊ ആദ്യത്തെ 3-4 ആയത്തിൽ തന്നെ അവർക്കുള്ള ക്വാളിറ്റീസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങള്. അപ്പം നമുക്കില്ലാത്ത കുറെ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ ശ്രമിക്കണം. പല കാര്യങ്ങളും നമുക്ക് മിസ്സാണ് അല്ലെ, നമുക്ക് ഇല്ലാത്തതുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ ആവണം, എങ്ങനെ ആവണം എന്ന് നാം ആഗ്രഹിക്കുന്ന റബ്ബിനോട് എന്താക്കണം, ദുആ ചെയ്യണം. മാറാൻ വേണ്ടി നാം നിരന്തരമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുത്ത ശേഷവും നമ്മൾ മാറാതെ ചിന്തിക്കാതെ പോയാൽ നമ്മൾ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ പെട്ടുപോകും. അപ്പോൾ നമ്മൾ മനസ്സ് സെറ്റ് ചെയ്തവരും കാര്യങ്ങൾ മനസ്സിലാക്കിയവരുമാണ്. ഇനി എന്ത് ചെയ്യണം എന്നാണ് 21-ാം ആയത്തിൽ കൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതം എന്നാല് റിളയും ദുആയും തവക്കുലും ഈ മൂന്നും കമ്പൈൻ ചെയ്തതാണ്. അപ്പം ആയത്തിന്റെ അർത്ഥങ്ങളിലേക്ക് പോവാൻ നേരത്തെ പറഞ്ഞു, യാ അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ എന്ന്. ഈ ഖുർആൻ തന്നെ ഫസ്റ്റ് കമാൻഡ് ആണ്, ഫസ്റ്റ് കൽപ്പനയാണ്. അള്ളാഹു ജനങ്ങളെ വിളിച്ചിട്ട് ആദ്യത്തെ കൽപ്പനയാണ്. ബഖറയിലെ ഈ 21-ാം ആയത്തിലാണ് ഈ ഫസ്റ്റ് കമാൻഡ്. യാ എന്ന ഹർഫ് നിദ എന്ന് വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫാണ് യാ. യാ മുഹമ്മദ്, യാ ആദം, അങ്ങനെയൊക്കെ യാക്ക് ശേഷം അൽ ചേർത്ത് വരുമ്പോഴാണ് അയ്യുഹ ചേർത്ത് വരുന്നത്. എന്താ വെച്ചാൽ ഒരു ഭംഗിക്ക് വേണ്ടി, അറബി ഭാഷയിലുള്ള ഒരു പ്രത്യേകത, ഒരു ഭംഗിക്ക്, ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് പ്രൊനൗൺസിയേഷനിൽ ഒരു അയ്യുഹ അങ്ങനെ ചേർത്ത് പറയാണ്. അപ്പൊ ഖുറാനിൽ പല സ്ഥലങ്ങളിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അന്നാസ് എന്ന് പറഞ്ഞാൽ അൽ പ്ലസ് നാസ് ആണ്. അൽ എന്നാൽ എല്ലാം എന്ന അർത്ഥമുണ്ട്. അപ്പൊ അൽ ഹംദ് പഠിച്ച അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹ പഠിച്ച അൽഹംദ് പറഞ്ഞാൽ എല്ലാ സ്തുതിയും. ഇവിടെ അൽ പ്ലസ് നാസ്, അന്നാസ് എല്ലാ മനുഷ്യരും, മുഴുവൻ മനുഷ്യരും, മനുഷ്യരാശി മുഴുവനെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കമാൻഡ് അള്ളാഹു പുറപ്പെടുവിക്കാൻ പോവുകയാണ്. എന്താണ് ആ കമാൻഡ്? യാ അയ്യുഹന്നാസു അബ്ദൂ, നിങ്ങൾ ആരാധിക്കുവിൻ. ഇബാദ, അബദ്, ഇതൊക്കെ നമ്മൾ ഫാത്തിഹയിൽ ഇതിന്റെ മീനിങ്ങും തദബ്ബുറൊക്കെ ചെയ്തതാണ്. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ. അപ്പൊ അബ്ദൂ, നിങ്ങൾ ആരാധിക്കുവിൻ. എല്ലാ ജനങ്ങളെയും വിളിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഫസ്റ്റ് കമാൻഡ് അള്ളാഹു പറയാണ്, നിങ്ങൾ ആരാധിക്കുവിൻ. അബ്ദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ, അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ, വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുവിൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം. ഓരോ വ്യക്തിയെയും എടുത്തു പറഞ്ഞ് ക്ഷണിക്കുകയാണ്. എന്തിലേക്കാണ് ക്ഷണിക്കുന്നത്? അള്ളാഹുവിനുള്ള ഇബാദത്തിലേക്ക്, ആരാധനയിലേക്ക്. എല്ലാവരും, എല്ലാ ആളുകളും, ആണും പെണ്ണും, ചെറുതും വലുതും, അല്ല ഏത് രാജ്യത്തുള്ള ആളുകൾ, ഇന്ത്യയിലാണെങ്കിലോ ആഫ്രിക്കയിലാണ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമേരിക്കയിൽ, എല്ലാ ആളുകളെയും വിളിച്ചുകൊണ്ട് അള്ളാഹു അഭിസംബോധന ചെയ്യാൻ. ദുനിയാവില് വിജയിച്ചവരെയും അല്ലാത്തവരെയും, വലിയ ബിസിനസ്സുകാരായാലും പാവപ്പെട്ടവരെയും, എല്ലാ ആളുകളെയും, ആരോഗ്യമുള്ളവനെയും രോഗമുള്ളവനെയും, വിദ്യാഭ്യാസമുള്ളവനെയും വിദ്യാഭ്യാസം ഇല്ലാത്തവനെയും, എല്ലാവരെയും അള്ളാഹു വിളിക്കുന്ന. എല്ലാവരുടെയും ശ്രദ്ധ ഒരു കൽപ്പനയിലേക്ക് അള്ളാഹു ക്ഷണിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. നമുക്ക് ഒരാളോട് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ ആ സാധനം ഒന്ന് എടുക്കോ, അല്ലെങ്കിൽ പേര് വിളിച്ചിട്ട് പറയൂലേ, ഹലോ ഹാജറ, അല്ലെങ്കിൽ ഹലോ ആയിഷ, ഇത് ഇപ്പൊ പ്രത്യേക അഡ്രസ് ചെയ്ത് സംസാരിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് മനസ്സിലാക്കാം അല്ലെ, ഒരു പ്രത്യേക കാര്യത്തിനാണ്. അതേപോലെയാണ് അന്നാസ് എന്ന പ്രയോഗം ഇവിടെ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യരും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ നാട്ടിലുള്ള എല്ലാ വിഭാഗം, ഏത് തരത്തിലുള്ള ആളുകളെയും, ഏത് പ്രായത്തിലുള്ള ആളുകളെയും, ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളെ, അല്ലെങ്കിൽ ഏത് കളറായാലും, ഏത് ജാതി ആയാലും, ഏത് കാലത്തിലുള്ള ആളുകളായാലും എല്ലാവരെയും അഭിസംബോധന ചെയ്യാണ് അള്ളാഹു ഈ ആയത്തിലൂടെ. പണ്ടത്തെ ജൂതന്മാർക്ക് മാത്രമോ അല്ലെങ്കിൽ മുശ്രിക്കുകൾക്ക് മാത്രമല്ല, എല്ലാ നാട്ടിലെയും എല്ലാ തരത്തിലുള്ള ആളുകളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അള്ളാഹു സംസാരിക്കുന്നത്. മനുഷ്യനായി ജനിച്ച ഓരോ വ്യക്തിയും ഈ ഒരു ക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റൂല. വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും, മുഅ്മിനാണെങ്കിലും മുനാഫിക്കാണെങ്കിലും എല്ലാവരോടും അള്ളാഹു പറയാണ്, നിങ്ങളോടും എന്നോടും അല്ലെ, നമ്മുടെ സുഹൃത്തുക്കളോടും കുടുംബക്കാരോടും എല്ലാവരോടും അല്ലെ, യാ അയ്യുഹന്നാസ്, ആ വിളി അർഫുനിത ഉപയോഗിച്ചിട്ട് നമ്മളെ ഈ ജനങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരെയും വിളിക്കുകയാണ്. അബ്ദു, അബദ,
ഐൻ ബാദ റൂട്ട് വേർഡ്, ഇതിൽ നിന്നാണ് ഇബാദ. ഫാത്തിഹ പഠിച്ച ഇബാദ, ആരാധന. ആരാധന എന്ന് പറഞ്ഞാല് നാം ചെയ്യുന്ന അനുഷ്ഠാന കർമ്മങ്ങൾ മാത്രമല്ല, ഒരാൾ അങ്ങേയറ്റം വിനയത്തോടുകൂടി അങ്ങേയറ്റം താഴ്മയോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ കീഴൊതുങ്ങുന്നതിനാണ് പിന്നെ ഇബാദത്ത് എന്ന് പറയുന്നത്. ഇയ്യാക നഅ്ബുദുവിൽ നമ്മൾ വ്യക്തമായി പഠിച്ചതാണ്. അല്ല, മുഅബ്ബദ എന്ന വാക്കും അർത്ഥവും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ. എന്തിനു വേണ്ടിയാണ് കീഴൊതുങ്ങുന്നത്? എന്ത് കാരണത്താലാണ് നാം കീഴൊതുങ്ങേണ്ടത്? അങ്ങേയറ്റം ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ മുഹബ്ബത്ത് കൊണ്ട്, ആദരവ് കൊണ്ട്, ബഹുമാനം കൊണ്ട്, ഭയഭക്തി കൊണ്ട്. ഇതൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ഒരാള് നമ്മളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നാം അത് ചെയ്തിരിക്കും. അതാണ് ഈ കീഴൊതുങ്ങൽ എന്നതുകൊണ്ട്, ഇബാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെയ്യരുത് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചെയ്യാനും പാടില്ല. കാരണം നമുക്ക് അത്രക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, പേടിയാണ്. സ്നേഹവും ബഹുമാനവും കലർന്ന പേടിയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി, ആ രീതിയിലുള്ള പേടി, ആ രീതിയിലുള്ള ആരാധന, ആ രീതിയിലുള്ള ബഹുമാനം, അത്രയും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരാള് നമ്മോട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുമ്പോൾ നാം അത് അനുസരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് ആരാധിക്കാൻ വേണ്ടി പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമസ്കാരവും നോമ്പും ഹജ്ജും മാത്രമല്ല, അല്ലെ? എന്ത് തന്നെ പറഞ്ഞാലും, എന്ത് തന്നെ കൽപ്പിച്ചാലും നാം അത് ചെയ്തിരിക്കും. സ്നേഹത്തോടു കൂടി ചെയ്യുക. മാറി നിൽക്കാൻ പറഞ്ഞവയൊക്കെ ഒഴിവാക്കുകയും ചെയ്യും. സ്വന്തം ഇഷ്ടത്തോടു കൂടി, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹത്തോടു കൂടി, അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി അബ്ദൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ ആരാധിക്കുക. അബ്ദ് എന്ന വാക്കു ഇതേ റൂട്ടിൽ നിന്നാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ. അടിമ എന്താ സാധാരണ ചെയ്യാ? എപ്പോഴും ഉടമക്ക് അനുസരണയുള്ളവനായിരിക്കും. അവന് ക്ഷീണിച്ചാലും ഉടമ എന്തെങ്കിലും പറഞ്ഞാല് അവനത് ചെയ്തിരിക്കും. അവന് ചെറിയ ഒരു ഇഷ്ടക്കേട് പറ്റുന്നില്ലെങ്കിലും, ഇഷ്ടക്കേടുണ്ട്, അതും പറ്റൂല എങ്കിലും ഉടമ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തേ മതിയാവും. അപ്പോൾ എപ്പോഴും അനുസരണയുള്ളവനാണ് ഒരു നല്ല അടിമ. അതാണ് അബ്ദൂ റബ്ബക്കും. അപ്പോൾ റബ്ബിന്റെ അടിമയാണ് ആവേണ്ടത്, അല്ലാതെ നമ്മളുടെ ഇച്ഛയുടെ അടിമയല്ല, സമൂഹത്തിന്റെയും അടിമയല്ല, വ്യക്തിയുടേതുമല്ല. എല്ലാവരും റബ്ബിന്റെ അബ്ദാണ്. ആരാണ് റബ്ബ്? അവൻ ഖാലിഖാണ്. റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കിയവരാണ്. അൽ ഖാലിഖ്, അൽ മാലിക്, അൽ മുദബ്ബിർ. അവന് സൃഷ്ടിച്ചവനാണ്, അവന് ഓണറാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവൻ തരുന്നുണ്ട്. നിങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നവനും അവനാണ്. ഫിസിക്കലി മാത്രമല്ല, അല്ലെ? ഭക്ഷണം മാത്രം തന്ന് വളർത്തല്ല, മെന്റലിയും നമ്മളെ വളർത്തുന്നത് അവൻ റബ്ബാണ്. ശരീരത്തിനും മനസ്സിനും ആവശ്യമായത് എല്ലാം തരുന്നത് അവനാണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ്, വ്യത്യസ്ത തരത്തിലുള്ള സാഹചര്യങ്ങളാണ്, വിവിധ പരീക്ഷണങ്ങളാണ് അള്ളാഹു തരുന്നത്, അല്ലെ? അതിലൂടെ നമ്മൾ മോൾഡ് ചെയ്ത്, അല്ലെ? അതിലൂടെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുകയാണ്. അങ്ങനെ അത് നമ്മുടെ അള്ളാഹുവിന്റെ ഒരു നമ്മളെ സ്നേഹത്തിന്റെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണത്. അവൻ വളർത്തുന്നവനാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ അവനാണ് അടിമയായിരിക്കേണ്ടത്. അവനാണ് നമ്മളുടെ ഉടമ. നമ്മൾ അവന്റെ സൃഷ്ടികൾ മാത്രമാണ്. അപ്പോൾ നമ്മെ സൃഷ്ടിക്കാത്തതിന്, നമ്മുടെ മേൽ ഒരു അധികാരോ ഒരു പവറോ ഇല്ലാത്തതിന് നാം ഒരിക്കലും അടിമയായിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ പലരും പലതിന്റെയും അടിമയായി പോയിട്ടുണ്ട്, അല്ലെ? പലരും പലതിന്റെയും അടിമയാണ്. അവയൊന്നും തന്നെ നമ്മെ സൃഷ്ടിച്ചിട്ടില്ല. നമ്മുടെ മേൽ അവർക്കൊന്നും ഒരു അധികാരവും ഇല്ല, അല്ലെ? നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ട ആർക്കാണ്? അവർക്കാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ആരാണോ ആരാധനക്കർഹൻ അവനെ നിങ്ങൾ ആരാധിക്കുക. അവൻ നിങ്ങളുടെ റബ്ബാണ്. അപ്പോൾ ആരാണ് നിങ്ങളുടെ റബ്ബ്? അല്ലദീ ഖലഖക്കും. ഖലഖ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ സൃഷ്ടിക്കുക, അതിനെ നിലനിൽപ്പിലേക്ക് കൊണ്ടുവരിക, അതിനെ ഉണ്ടാക്കുന്നവനാണ് ഖാലിഖ്, സ്രഷ്ടാവ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് കൊണ്ടുവരിക. നമുക്കറിയാം, അല്ലെ? നമ്മൾ ഇന്ന് എന്തെങ്കിലും ആണെങ്കിൽ അത് അവന് സൃഷ്ടിച്ചു എന്ന കാരണത്താൽ മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ലാതെ ആയിപ്പോയനെ. സൂറത്തുൽ ഇൻസാനിലെ 1-ാമത്തെ ആയത്തിലെ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ.
മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവെ അല്ലാതിരുന്ന ഒരു കാലഘട്ടം അവന് കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, 100 കൊല്ലം മുമ്പ് നമ്മൾ എന്തായിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. നമുക്കൊരു ഐഡന്റിറ്റിയേ ഇല്ല. നമ്മള് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, നമുക്ക് ആധാർ കാർഡ് ഇല്ല, ഒന്നുമില്ല. നമുക്ക് പേരൻസ് ആരാന്ന് ഒന്നും അറിയൂല. പ്രസ്താവ്യമല്ലാത്ത ഒരു വസ്തു എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. ഈ ഐഡന്റിറ്റി ഇല്ലാത്ത മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? അള്ളാഹു. അതുകൊണ്ട് ആ റബ്ബിനെ നാം ഇബാദത്ത് ചെയ്യണം. അവൻ നമ്മെ മാത്രമല്ല സൃഷ്ടിച്ചത്, നമുക്ക് ആയത്ത് പറയുന്നു അല്ലെ, വല്ലദീന മിൻ ഖബലിക്കും, നമ്മുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചു. ഖബല മുമ്പ്, ഖാഫ് ബ ല റൂട്ട് വേർഡ്, നമുക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ ആദം അലൈഹിസ്സലാം മുതൽ ലോകത്തിന്റെ അവസാനം വരെയുള്ള ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് അവനെ നാം ആരാധിക്കണം. അവൻ സ്രഷ്ടാവാണ്. നിങ്ങളുടെ മുമ്പുള്ള എല്ലാവരെയും, ലോകത്തിന്റെ ഏറ്റവും അവസാനത്തെ വ്യക്തിയോട് പോലും പറയുന്ന വചനമാണ് ഈ വാക്ക്. ഖുർആൻ ലോകാവസാനം വരെയുള്ള മനുഷ്യരോട് ഉള്ള ഉത്ബോധനമായിട്ടാണ് ഈ വാക്ക് ഇവിടെ പ്രയോഗിച്ചത്. നമ്മൾ ആരാധിക്കാനുള്ള കാരണം അവൻ സ്രഷ്ടാവാണ്. എന്താണ് നമുക്കൊരു ആരാധിക്കുന്നോണ്ട് പ്രയോജനം? അള്ളാഹു അതിന്റെയും കാരണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വെറുതെ ഒരു ഓർഡർ, ഒരു കമാൻഡ് തന്നു പോവല്ല. അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ. ലഅല്ല എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ തരാ. എന്തെങ്കിലും അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ അനന്തര റിസൾട്ട് എന്തായിരിക്കും പറഞ്ഞുതരാം. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ലഅല്ല എന്നുള്ള പ്രയോഗം ഖുർആനിലുണ്ട്. ലഅല്ലക്കും തത്തഖൂന്ന്. പിന്നെ നോമ്പിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, നമസ്കാരത്തെ കുറിച്ചും ഒക്കെ ഈ ഒരു അതിന്റെ റിസൾട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, തഖ്വയുള്ളവരാകാന്. തഖ്വന്റെ റൂട്ട് വേർഡ് വ ഖാഫ് യ, വിഖായ, ഒരു പരിച, ഒരു ഷീൽഡ് എന്നൊക്കെ. നമുക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം അല്ലെ. നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്കുക. എന്തിൽ നിന്നാണ് നമ്മൾ നമ്മെ സംരക്ഷിക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പണിഷ്മെന്റ്, അതായത് നരകത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ നരക ശിക്ഷയിൽ നിന്നും, പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ പെട്ടു പോകുന്നതിൽ നിന്നും സംരക്ഷണം കിട്ടാനാണ് നമുക്ക് തഖ്വ ഉണ്ടാവണം എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ എന്താണ് തഖ്വ കൊണ്ട് പ്രയോജനം? നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ളവരായി മാറും, ശരിക്ക് ശ്രദ്ധിക്കും. ആദ്യത്തെ ആയത്തുകളിൽ തന്നെ നാം മനസ്സിലാക്കിയതാണ് ഈ കാര്യം അല്ലെ. ഒരാൾക്ക് തഖ്വ ഇല്ലെങ്കിൽ ഈ ഖുർആൻ കൊണ്ട്, ഈ ഗ്രന്ഥം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഹിദായത്തുൽ ഇൽമിയയും ഉണ്ട്, ഹിദായത്തുൽ അമലിയയും ഉണ്ട്. തഖ്വ ഇല്ലാത്തവനും ഹിദായത്തുണ്ട്, ഇൽമ് മാത്രം കിട്ടും, എല്ലാം മനസ്സിലാവും, പക്ഷെ ഹലാലും ഹറാമും ഒക്കെ മനസ്സിലാവും. പക്ഷെ ഹിദായത്തുൽ അമലിയെ കിട്ടണമെങ്കിൽ നമുക്ക് തഖ്വ വേണം. ഇതിനു വേണ്ടി തീരുമാനിച്ച ഒരു വിഭാഗം ആളുകളാണ് അല്ലെ. ശരിക്കുള്ള തഖ്വ നേടണം. അതാണ് ആദ്യത്തെ 5 ആയത്ത് കേട്ടപ്പോഴേ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞത്. അതിനാണ് അള്ളാഹു നമ്മോട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടെ നന്നാവണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നും കൂടെ കൂടുതൽ അമല് സാലിഹാത്ത് ചെയ്തിട്ട് അള്ളാഹുവിന്റെ പ്രീതി നേടാം. അതാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അബ്ദു റബ്ബക്കും, തഖ്വയുടെ ഇമ്പോർട്ടൻസ് ഇടക്ക് ഖുർആനിൽ അള്ളാഹു ഈ ഒരു തഖ്വയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാല് തഖ്വ ഇല്ലെങ്കിൽ ഖുർആനിൽ നിന്നും ഹിദായത്ത് കിട്ടുകയുമില്ല. ഹിദായത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മുഫ്ലിഹൂൻ, വിജയികളിൽ അല്ലെ, വിജയികളാവാൻ പറ്റുകയുമില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്? മുത്തഖീങ്ങൾക്ക്, അവർക്കാണ് വിജയം. സൂറത്ത് ആലെ ഇമ്രാനില് അല്ലാഹു സുബ്ഹാനഹു പറയുന്നു. സൂറത്ത് ആലെ ഇമ്രാൻ 133-ാമത്തെ ആയത്തില്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസാരിഉ ഇലാ മഅഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ് അത്. തഖ്വയുള്ളവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ് ആ സ്വർഗം. അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു വിശാലമാക്കിയ സ്വർഗം ഒരുക്കി വെച്ചിട്ട്, സ്വർഗം അപ്പം ഉറപ്പാണ്. മാത്രമല്ല ഇത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായവും ഉണ്ട്. സൂറത്തുൻ നഹ്ല് 128-ാം ആയത്ത്, ഇന്നല്ലാഹ
മഅല്ലദീന തഖൂ വല്ലദീന ഹും മുഹ്സിനൂൻ. തീർച്ചയായും അള്ളാഹു സൂക്ഷ്മതയുള്ളവരോടൊപ്പമാകുന്നു, സദ്വൃത്തരോടൊപ്പമാകുന്നു. അള്ളാഹുവിന്റെ സഹായം വേണമെങ്കിൽ തഖ്വ വേണം. ഇബാദത്ത് ചെയ്താൽ തഖ്വ ഉണ്ടാവും. തഖ്വ ഉണ്ടായാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. ഇത് പരസ്പരം അങ്ങോട്ടും കണക്റ്റഡ് ആണ്, രണ്ടും ടു വേ, ഒരു ചെയിന് പോലെ അല്ലെ. നമ്മളെ ജീവിതം കൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഇത് അനുഭവം ഉണ്ടാവും. കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് തഖ്വ കൂടും. ഐഹികമായ കാര്യത്തിലും അള്ളാഹുവിന്റെ സഹായം വേണമെങ്കിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം, തഖ്വ കൂട്ടിക്കൊണ്ടിരിക്കണം. തഖ്വയുടെ താക്കോലാണ് ഇബാദത്ത്. അതാണ് ഇവിടെ അബ്ദൂ റബ്ബക്കും ലഅല്ലക്കും തത്തഖൂൻ. രണ്ട് വാക്കുകളാണ് അല്ലെ, അബ്ദൂ തത്തഖൂൻ. ഈ രണ്ട് വാക്കുകളാണ് ഇവിടെ അള്ളാഹു പ്രയോഗിച്ചത്. വികായ നേടാം, സ്വയം രക്ഷ പ്രാപിക്കാം. എന്തിൽ നിന്ന്? നരകത്തിൽ നിന്ന്. ഈ ആയത്തിന്റെ ലെസണുകളിലേക്ക് പോകാം. ഒന്നാമതായി ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എങ്ങനെയാണ് പ്രത്യേകം എടുത്ത് വിളിച്ച് പറയാണ്. അയ്യുഹന്നാസ് എന്ന് പറഞ്ഞ് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇബാദത്തിന്റെ പ്രാധാന്യത്തിലേക്ക്. ആളുകളെ ഓരോരുത്തരെയും അഡ്രസ് ചെയ്ത് അന്നാസ് എന്ന് അള്ളാഹു ഉണർത്തുകയാണ്. ഇബാദത്ത് മുഴുവൻ മനുഷ്യരോട്, ഒരു കൂട്ടർക്ക് മാത്രമല്ല, എല്ലാവർക്കും ആവശ്യമുള്ള. കാരണം നമ്മെ സൃഷ്ടിച്ചത് അവനാണ്. സൂറത്തു ദാരിയാത്ത് 56-ാമത്തെ ആയത്ത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹുവിന് ആരാധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. നിങ്ങളിവിടെ വലിയ ആളായിട്ട് നടക്കാനോ അല്ലെ, വലിയ വലിയ ഭൗതിക വിദ്യാഭ്യാസം നേടി ഡിഗ്രി ഒക്കെ എടുത്ത് നടക്കാനോ, അല്ലെങ്കിൽ ജോലി വാങ്ങാനോ, വലിയ വീട് വെക്കാനോ, അല്ലെങ്കിൽ വലിയൊരു നല്ല ഹാപ്പി ഫാമിലി ആയിട്ട് നിൽക്കാനോ, ഭർത്താവിന്റെ കൂടെ സമയമൊക്കെ ചെലവഴിച്ച് എൻജോയ് ചെയ്ത്, അങ്ങനെയല്ല അള്ളാഹു. അതിനു വേണ്ടി അല്ല അള്ളാഹു അയച്ചത്. ഒരു ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ടുള്ള ബോഡി ഉണ്ടാക്കാനും ഒന്നുമല്ല. നിങ്ങളുടെ സമയവും സമ്പത്തും മക്കളുടെ ഐഹിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കാനും അല്ല നിങ്ങളെ അയച്ചത്. എന്തിനാണ്? ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു നിങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ആദ്യമായി ഫാത്തിഹയിൽ നമ്മെ ഒരു ദുആ പഠിപ്പിച്ചില്ല. രണ്ടാമതായിട്ടാണ് ഹിദായത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ച്. ശേഷം മുഴുവൻ ജനങ്ങളെയും വിളിച്ചിട്ടുകൊണ്ടുള്ള കമന്റാണ് ഈ ആയത്ത്. അത് നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ്? വേസ്റ്റ് ആണ്. നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു വില പിടിച്ച ഒരു പേന നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് എഴുതിയാലൊക്കെ നല്ല ഭംഗിയുണ്ട്, കാണാൻ ഭംഗിയുണ്ട്, ഭയങ്കര ബ്രാൻഡഡ് പെന്നാണ്, നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യാതെ ഒരു ബോക്സിനകത്തിട്ട് ഒരു കബോർഡിൽ നമ്മൾ വെച്ചതാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എത്ര വലിയ പൈസ കൊടുത്തിട്ടും കാര്യമില്ല. എന്തിനാണോ ഉണ്ടാക്കിയത് ആ ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യണം. എങ്കിൽ അത് അല്ലാത്ത സമയം അത് ഒരു ഭാരമാണ്, അതൊരു വേസ്റ്റ് ആണ്. അപ്പോൾ നമ്മെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ നമ്മളും അതേപോലെ ഒരു യൂസ്ലെസ് ആവും, വേസ്റ്റ് ആവും. നമ്മൾ വീട്ടിലെ വേസ്റ്റിനെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് അത് വീട്ടിലെ വേസ്റ്റുകൾ, നമ്മൾ ഡ്രൈ വേസ്റ്റും അങ്ങനത്തെ വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്നും വേറെ വേറെ ആക്കി വെക്കുമ്പോൾ അല്ലെ, അത് അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ വന്നാൽ അവർക്ക് എടുത്തു കൊടുക്കും, ഹരിതകർമ്മസേന പോലെയുള്ള അവർക്ക് എടുത്തു കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ വലിച്ചെറിയും അല്ലെ. ഈ ഒരു വലിച്ചെറിയുന്ന സമയത്ത് നമ്മളുടെ അവസ്ഥ നാളെ പരലോകത്ത് ഇതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആളുകളെ രണ്ട് വിഭാഗമായിട്ട് അള്ളാഹു തിരിക്കല്ലോ, സ്വർഗവും നരകവും തരും. അപ്പം നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ആളുകളിൽ അള്ളാഹു നമ്മൾ പെടുത്താതിരിക്കട്ടെ. സ്വർഗത്തിലേക്ക് എത്തുന്ന എല്ലാ പ്രവൃത്തികളും നമുക്ക് ചെയ്യാൻ അള്ളാഹു ഉദവി നൽകട്ടെ. ആര് അപ്പോ ഈ ഒരു ഉദ്ദേശം, ഇബാദത്ത് ചെയ്യാന്നുള്ള ഉദ്ദേശം ആര് നിറവേറ്റും അവന് സ്വർഗത്തിന്റെ അഹ്ലാവും. ആര് അവരുടെ ഉദ്ദേശം നിറവേറ്റാതെ പോകുന്നോ അവൻ എന്താണ്? വേസ്റ്റ് ആണ്. അപ്പൊ അവന് സ്വാഭാവികമായും അള്ളാഹു നമ്മെ നിരവധി സ്ഥലത്ത് സൂചിപ്പിച്ച ആ നരകത്തിന്റെ അഹലുകാരിലേക്ക് അവൻ പെട്ടുപോവുകയും ചെയ്യും. അള്ളാഹുവിന്റെ ഉദ്ദേശം നിറവേറ്റാത്തവന്റെ അവസാനം നരകമാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്നും വേസ്റ്റ് ഒക്കെ കളയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മളെ പരലോകത്ത് ഈ ഒരു അവസ്ഥ വരാതെ നമ്മളെ ഓരോ സെക്കൻഡും നമ്മളെ മനസ്സിനെ തന്നെ ഉണർത്തണം. ഒരു ഇതിൽ നമ്മൾ പെടാതെ നമ്മളുടെ സമയത്തെയും നമ്മളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ. ഇതൊരു ചെറിയ ആയത്താണെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആയത്തില് ആയിഷ മാമിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ കുറെ ഇത്തരം ഒരു അവസരം നമുക്ക് അവരിലൂടെ എത്തിയല്ലോ എന്നുള്ളതിന് അള്ളാഹിനെ ഒരുപാട് സ്തുതിച്ചു പോയി. അതിന്റെ ഒരുപാട് ഉള്ളുകളിലേക്ക് ഇനിയും ഓരോരുത്തർക്കും
സമയം ചെലവഴിച്ച് ചിന്തിച്ച് കൂടുതൽ എന്തെല്ലാം ഇബാദത്തുകളാണ് ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇബാദത്താണ് എന്നതൊക്കെ നമുക്ക് അറിയെങ്കിലും ഒന്നും കൂടി ഒരു ഉണർത്തലായിട്ട് നമുക്ക് ഈ ക്ലാസ് കേട്ടപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും രീതിയിൽ നമുക്ക് വില കൽപ്പിക്കുന്നു, നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇബാദത്ത് നിറവേറ്റുക, അല്ലെങ്കിൽ സ്വയം നമ്മൾ വലിച്ചെറിയപ്പെട്ടവരാകും. അടുത്ത ലെസൺ എന്താ വെച്ചാല് വിജയത്തിലേക്കുള്ള വഴി തഖ്വയാണ്. തഖ്വയിലേക്കുള്ള വഴി ഇബാദത്താണ്. കൂടുതൽ ബോധവാന്മാരാൻ അള്ളാഹുവിന് പിന്നെ ഇഷ്ടമുള്ളത് ചെയ്യാൻ, ഇഷ്ടമുള്ളത് ചെയ്യാതിരിക്കരുത്. ഉള്ള വഴി ചെയ്യാതിരിക്കുക, അങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ നമ്മെ തന്നെ ഇബാദത്തിന് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിലും ചില സമയത്ത് നമ്മളെ മൂഡൊന്നും ശരിയില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ നന്നായി തിരിച്ചു പറയും. പിന്നീടാണ് നമ്മൾ ആലോചിക്കുക, പറയാൻ പാടില്ലായിരുന്നു, എന്തുകൊണ്ടാണ് ഇത് തെക്കുവ കുറഞ്ഞതുകൊണ്ടാണ്, അല്ലെ തെക്കുവ പിന്നെ ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പലതും കേൾക്കും, ബട്ട് സീരിയസ് ആക്കി എടുക്കാറില്ല, അല്ലെ? നമ്മൾ ഇനി മുതൽ നാം ഓരോരുത്തരും നമ്മൾ കേട്ടത് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് നമ്മൾ തന്നെ സ്വയം മാറാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഓരോന്നും ഇബാദത്താവും. ഇബാദത്തുകൾ നമ്മൾ തെക്കുവയുള്ളവരാകും. ഒന്നും നാം സില്ലിയായിട്ട് നിസ്സാരാക്കി എടുക്കാൻ പാടില്ല. ക്ലാസ് കേൾക്കുമ്പോൾ നന്നായി ശ്രമിക്കും. എന്നോട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനുശേഷം നമ്മൾ മറന്നു പോകുന്ന ഒരു പ്രകൃതം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ജീവിതത്തിന്റെ ഓരോ സമയത്തും നമ്മൾ ഈ ഒരു പിന്നെ ഇബാദത്തും തെക്കുവ, അല്ലെ? ഇബാദത്ത് ഉണ്ടെങ്കിൽ തെക്കുവയുണ്ട്, ഇബാദത്തില്ലെങ്കിലോ തെക്കുവയില്ല. രണ്ടും കണക്റ്റഡ് ആണ്. ഇബാദത്ത് നമ്മുടെ മേലുള്ള ഒരു നിർബന്ധമാണ്, അള്ളാഹുവിന്റെ ഒരു ഓർഡറാണ്, ഒരു കമാൻഡാണ്, ഒരു കൽപ്പനയാണ്. ബുദു, നിങ്ങൾ ആരാധിക്കണം, ആരാധിച്ചേ മതിയാവൂ. ബുദു എന്നത് ഫിഅല് അംറാണ്, ഒരു കൽപ്പനയാണ്. ഒരു പവറുള്ള ഒരാള് നമ്മോട് എന്തെങ്കിലും കൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ ഒരു ചോയ്സ് ഇല്ല. അള്ളാഹുവിൽ നിന്നുള്ള ഒരു കമാൻഡാണ്, ഖുർആനിൽ നിന്നുള്ള ഏറ്റവും ആദ്യത്തെ കമാൻഡ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ജനങ്ങളെയും വിളിച്ച് ആദ്യത്തെ കമാൻഡ് ഈ ആയത്തിലാണ് വരുന്നത്. ഈ കാര്യത്തിൽ നമുക്ക് ചോയ്സ് ഇല്ല, അല്ലെ? അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേലുള്ള ഒരു നിർബന്ധ ബാധ്യതയാണ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഇബാദത്തുകള് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്പെസിഫിക് ആയിട്ടുള്ളത്, പ്രത്യേകം മെൻഷൻ ചെയ്ത, അല്ലെ? പ്രത്യേകം എടുത്തു പറഞ്ഞ, വ്യക്തമായി നിർദ്ദേശിച്ചവ ഇന്ന രീതിയിലാണ് എന്ന് പറഞ്ഞ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമസ്കാരം, പിന്നെ ഹജ്ജ്, സക്കാത്ത്, ഉംറ, നോമ്പ്, അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് സമയവും പിന്നെ അതിന്റെ ഒരു അളവും ഒക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്ത കാര്യങ്ങളാണ്. ഇതിന് ആചാരപ്രകാരമുള്ള ഇബാദത്ത് അഥവാ അനുഷ്ഠാനം എന്ന് പറയും. നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല ആ കാര്യങ്ങളൊന്നും. അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ തന്നെ ചെയ്യണം. ഖുർആനിലോ സുന്നത്തിലോ ഉള്ള പ്രകാരം ചെയ്യേണ്ടവയാണത്. രണ്ടാമത്തേതായിട്ട് ജനറൽ ആയിട്ടുള്ള ഇബാദത്ത്. ഉദാഹരണം, നമ്മൾ പറയുന്ന ഓരോ വാക്കും പ്രവൃത്തിയും അള്ളാഹുവിന് ഇഷ്ടമുള്ള, അല്ലെ? അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി ചെയ്യുന്ന പിന്നെ എല്ലാ കാര്യങ്ങളും, അതെല്ലാം തന്നെ നമ്മൾ പിന്നെ സെക്കൻഡായി ജനറൽ ആയിട്ടുള്ള ഇബാദത്തുകൾ പെടും. ഇബ്നു തൈമിയ ഇബാദത്തിന്റെ വിശദീകരണം പറയുന്നു. അൽ ഇബാദത്തു ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർലാഹു മിനൽ അഖ്വാലി വൽ അഅമാലി വല്ലാഹിറ വൽ ബാത്തിന. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരുമിച്ച് പറയുന്ന പേരാണ്. അള്ളാഹുവിന്റെ തൃപ്തിയും സ്നേഹവും ആഗ്രഹിച്ച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതിൽ ഉൾപ്പെടും. മിനൽ അഖ്വാലി വൽ അഅമാലി, വാക്കുകളും പ്രവൃത്തികളും, അല്ലാഹിറ വൽ ബാത്തിന, പ്രത്യക്ഷമായതും പരോക്ഷമായതും, പുറത്ത് കാണുന്ന രീതിയിലേക്കുള്ള അല്ലാത്തതും, അള്ളാഹുവിന് ഇഷ്ടമുള്ളതും തൃപ്തിയുള്ളതും അള്ളാഹു അംഗീകരിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഇബാദത്താണ്. പ്രത്യക്ഷമായ എന്ന് പറഞ്ഞാല് കൈകാലുകൾ കൊണ്ട്, ശരീരത്തിലെ പ്രത്യക്ഷ ഭാഗങ്ങൾ കൊണ്ട് ചെയ്യുന്നവ. പരോക്ഷമായത് നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്യുന്നവ. അള്ളാഹുവിനെ ഓർക്കൽ, അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അള്ളാഹുവിന് തവക്കുൽ ചെയ്യൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടൽ, അള്ളാഹുവിന് വേണ്ടി ആളുകളെ ഇഷ്ടപ്പെടൽ. എന്തൊക്കെ കാര്യം ചെയ്യാനുള്ള നീയത്ത് ഹൃദയത്തിന്റെ ഇബാദത്താണ്. എന്തൊരു കാര്യം നമ്മൾ ഇബാദത്താവുന്നത് അത് നീയത്തിലാണ്. ഇബാദത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. ബാഹ്യമായ അവയവങ്ങൾ കൊണ്ടുള്ളതും
ഹൃദയത്തിൽ നിന്ന് വരുന്നതും. നമസ്കാരം, നോമ്പ്, സത്യസന്ധമായ വാക്ക് പാലിക്കുക, നല്ല നല്ല ബന്ധങ്ങള് കീപ്പ് ചെയ്യുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, ചാരിറ്റി ചെയ്യുക, മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കുക, ഖുർആൻ ഓതുക, സദക്ക ചെയ്യുക, അള്ളാഹുവിനെ ഓർക്കുക, അയൽവാസിയോട് നല്ല രീതിയിൽ പെരുമാറുക, പുഞ്ചിരിക്കുക, അറിവ് പകർന്നു കൊടുക്കുക, എല്ലാം ഇബാദത്താണ്. കുറച്ചു കാലം മുമ്പ് നമ്മളൊക്കെ മനസ്സിലാക്കി അമലുസാലി അല്ലെ ഇബാദത്ത് എന്നൊക്കെ പറഞ്ഞാല് പള്ളിയിൽ പോവുക, നോമ്പെടുക്കുക, നിസ്കരിക്കുക, ഈ കാര്യങ്ങൾ മാത്രമാണ്. എന്നാല് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നാം ചെയ്യുന്ന ആ നല്ല ഇഖ്ലാസോടുകൂടി നിയത്തോടുകൂടി നാം ചെയ്യുന്ന എല്ലാ അമലുസാലിഹാത്തും ഇബാദത്താണ്. ദിവസവും നമ്മള് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് പിന്നീട് ആൾക്കാരെ വായി തോന്നുന്ന വെച്ച് പറഞ്ഞാല് ആ ഇബാദത്ത് ഒരിക്കലും ശരിയാവില്ല. അതേപോലെ ചില ആളുകളുണ്ട് ഇശ്റാഖ് ലോഹൊക്കെ അല്ലെ എല്ലാം വളരെ ഇതിൽ ചെയ്ത് പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനിൽ ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്തെത്തി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിലെത്തിയാൽ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയാം, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാം. ഇതൊക്കെ അതിന് അത്തരം ആളുകളൊക്കെ ഇബാദത്തിന്റെ മീനിങ് ഉൾക്കൊള്ളാതെ അല്ലെ അവർക്ക് പരലോകത്ത് ഏറ്റവും വലിയ ശിക്ഷയാണ്. മറ്റൊരു കൂട്ടരുണ്ട്, അവര് നല്ല ആളുകളെ കുറിച്ച് ആളുകളെ ഒന്നും വിഷമിപ്പിക്കൊന്നുമില്ല, നാവൊക്കെ നല്ലോണം സൂക്ഷിക്കും, പക്ഷെ നിർദ്ദിഷ്ടമായ ആചാരപ്രകാരമുള്ള ഇബാദത്തുകൾ ചെയ്യാതിരിക്കുക, അതും ശരിയല്ല. അതേപോലെ സൽസ്വഭാവം, നീതി ഉണ്ടാവൽ, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ, എല്ലാത്തിനും നിയ്യത്ത് ഇമ്പോർട്ടന്റ് ആണ്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും അള്ളാഹുവിന്റെ തൃപ്തിക്കും വേണ്ടി ചെയ്യുമ്പോഴാണ് അതൊക്കെ ഇബാദത്തായി മാറുക. മറ്റുള്ളവരെ സഹായിക്കൽ, മറ്റുള്ളവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിഷമിപ്പിക്കാതിരിക്കല്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നല്ല വാക്കുകൾ പറഞ്ഞെങ്കിലും അവരെ സമാധാനിപ്പിക്കാം. ആളുകളെ ഒരിക്കലും ഹേർട്ട് ചെയ്യാതിരിക്കാം. അനാഥകളെ സംരക്ഷിക്കാം. സമൂഹത്തിൽ താഴേക്കിടയുള്ളവരെ സംരക്ഷിക്കുക. ആവശ്യക്കാർക്ക് ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കുക. പള്ളി ഉണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചുള്ള ഓർമ്മയിൽ അയക്കുക. ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയൽ, നല്ല ആളുകളുടെ കൂടെ ഇരിക്കൽ, നല്ല നിയത്തോടുകൂടി തൗബ ചെയ്യൽ, ഇസ്തിഗ്ഫാർ ചെയ്യൽ, മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മളും ഇഷ്ടപ്പെടല്. അതേപോലെ ക്ഷമിക്കൽ, അല്ലാഹു മഅ സ്വാബിരീൻ, അള്ളാഹു കുറെ സ്ഥലത്ത് പറഞ്ഞതാ. അപ്പോൾ ക്ഷമ എന്നുള്ളതും വിട്ടുവീഴ്ച എന്നുള്ളതൊക്കെ പറയാൻ നല്ല സുഖമാണ്, പക്ഷെ നമ്മൾ ജീവിതത്തിൽ അത് ഫേസ് ചെയ്യുമ്പോൾ പല ആളുകൾക്കും പിടുത്തം വിട്ടു പോകുന്ന 2 സംഗതികളാണത്. നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ ടഫ് സിറ്റുവേഷൻസ് ഉണ്ടാവും അല്ലെ, വ്യത്യസ്ത പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പം അതിലൊക്കെ നമുക്ക് ക്ഷമിക്കാൻ കഴിയാന്നുള്ള ഏറ്റവും വലിയ ഇബാദത്താണ്. അതേപോലെ നമുക്ക് വേണ്ടപ്പെട്ടത് നഷ്ടപ്പെടുക അല്ലെ, അല്ലെങ്കിൽ ഒരു വിചാരിച്ച കാര്യം നടന്നില്ല, അതില് ക്ഷമിക്കാൻ കഴിയുക, നന്ദിയുള്ളവരായിരിക്കുക അല്ലെ, ജീവിതത്തെ കുറിച്ച് പ്രതീക്ഷ ഉണ്ടായിരിക്കുക. അല്ല, മക്കളെ കാര്യം എടുത്ത് നോക്കിയാൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച ആ ലെവലിലേക്ക് മക്കൾ എത്തിയില്ലെങ്കിൽ നമ്മൾ നിരാശരാകും. അങ്ങനെ ഒരിക്കലും പാടില്ല. അതൊക്കെ അള്ളാഹുവിന്റെ തന്നതില് കനാത്തും മിനൽ ഖലീലില്ല, അത് ആയിരിക്കുക. തൃപ്തിയുള്ളവരായിരിക്കുക. അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത, അള്ളാഹുവില് ഒരു ശുഭപ്രതീക്ഷയുള്ളവരായിരിക്കുക. അതൊക്കെ ഏറ്റവും നല്ല ഇബാദത്താണ്. ജീവിതത്തിലെ എല്ലാ സിറ്റുവേഷനും നമ്മൾ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാലിൻ എന്ന് പറയാൻ കഴിയും. അതൊരു യഥാർത്ഥ മുഅ്മിനെ കഴിയുകയുള്ളൂ. മാതാപിതാക്കളോടുള്ള അനുസരണം ഉള്ളവരായിരിക്കുക. നമുക്ക് എന്തെങ്കിലും തന്നവരോട് നന്ദിയുള്ളവരായിരിക്കുക. നല്ലത് പഠിപ്പിച്ചു കൊടുക്കുക, ഇൽമു പകർന്നു കൊടുക്കുക, നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ സഹോദരന്മാര് എന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കുക. മറ്റൊരു കാര്യം വേസ്റ്റ് ആക്കാതിരിക്കുക. ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ വേസ്റ്റ് ആക്കുക എന്നുള്ളത് ഒരു സില്ലി ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഒരു ഫംഗ്ഷനിലൊക്കെ പോയാല് പ്രത്യേകിച്ച് ഇപ്പം പിന്നെ ബോട്ടിൽ വാട്ടർ ഉണ്ടാവുക, അത് ഒരാള് കുടിച്ചതിന്റെ ബാക്കി വെക്കാതെ കുടിക്കുക, അല്ലെങ്കിൽ രണ്ടാളും ഒരു ബോട്ടിൽ ഉപയോഗിക്കുക. ഒരിക്കലും അവിടെ പകുതി വെച്ച് പോരാതിരിക്കുക, അതും വിവാദത്താണ്. മോശമാവാതെ അല്ലെ, നമ്മളൊരു കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് ചീത്താവുന്നതിന്റെ മുന്നേ മറ്റുള്ളവർക്ക് ആവശ്യക്കാർക്ക് അത് എത്തിച്ചു കൊടുക്കുക. വാക്കുകൾ പാലിക്കുക. രോഗമുള്ളവരെ സന്ദർശിക്കുക. ജനാസ നമസ്കാരത്തെ പങ്കെടുക്കുക. ജീവിതത്തിൽ തൃപ്തിയുള്ളവരായിരിക്കുക. ഇപ്പോൾ എന്താണോ എന്റെ സിറ്റുവേഷന് അതിൽ തൃപ്തിയുള്ളവരാവുക. ജീവിതത്തിൽ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ അപ്രതീക്ഷിതമായി നമുക്ക് വരും. അപ്പോഴൊക്കെ അൽഹംദുലില്ലാ, അതാണ് എനിക്ക് അള്ളാഹു ബെസ്റ്റ് ആയിട്ട്
അള്ളാഹു പ്ലാൻ ചെയ്യുന്നത് അതിനാ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. എനിക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അത് നമ്മുടെ ചുരുങ്ങിയ അറിവിലാണ് നമ്മളത് പ്ലാനിങ് നടത്തുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അറിവ് കൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മുടെ ഹൈറിനാണ് എന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുക. പലതും നെഗറ്റീവായിട്ട് തോന്നിയേക്കാം, അതിന്റെ പിന്നില് അള്ളാഹുവിന്റെ ഒരു ഹിക്മത്ത് ഉണ്ടായിരിക്കും. നാവിന്റെയും ഹൃദയത്തിന്റെയും ഓരോരോ ശരീരഭാഗത്തിന്റെയും പിന്നെ അവയവങ്ങൾ അല്ലെ, അതാണ് നേരത്തെ സൂചിപ്പിച്ച ലാഹിറ വൽ ബാത്തിന അതുപോലെ അഅ്മാല്, പ്രത്യക്ഷമായതും പരോക്ഷമായതും പ്രവൃത്തി വാക്കുകൊണ്ടും അമല് കൊണ്ടും ഓരോരുത്തർക്കും ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും നിരവധി ഇബാദത്തുകൾ അല്ലെ, ആരാധനകളെയാണ്. ഏതൊക്കെയാണ് ഇബാദത്ത് എന്നത്. ഇപ്പം ആരാധന എന്നത് കൽപ്പനയാണ്, രീതി പറഞ്ഞതും പറയാത്ത നേരത്തെ സൂചിപ്പിച്ചു. ഇതും അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഇതൊക്കെ നമുക്ക് നിർദ്ദിഷ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ആദ്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ആദ്യം നമസ്കാരത്തിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ 50 വക്ത് നിസ്കരിക്കാൻ പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറിൽ ഓരോ അരമണിക്കൂറിന്റെ ആവുന്നതിന്റെ മുന്നേ നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യേണ്ടിയിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മുടെ അള്ളാഹുവിന്റെ ഒരു കാരുണ്യം കൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ അള്ളാഹു എളുപ്പമാക്കി തന്നു അല്ലെ. ജനറൽ ആയിട്ടുള്ള ഇബാദത്തുകൾക്ക് ചോയ്സ് ഉണ്ട്, നിർബന്ധമായത് ചെയ്ത് പിന്നെ റെസ്റ്റ് എടുക്കല്ല. പറ്റുന്നതിൽ നിന്ന് ഓരോരുത്തർക്കും അല്ലെ, ഓരോരുത്തർക്കും ചൂസ് ചെയ്യാം ഫുൾ ടൈം. അപ്പം ജീവിതത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ സമയവും നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നോ പറഞ്ഞവ നോ തന്നെ ആയിരിക്കണം. പരദൂഷണം പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. നമ്മളുടെ തന്നെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇബാദത്തായിട്ട് ചെയ്യാൻ അള്ളാഹു പറയുന്നത്. ഈ ഭൂമിയിൽ എന്തെങ്കിലും സമാധാനക്കേട് ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ എന്തിനാണ് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞത്? കാരണം അവൻ നമ്മുടെ ക്രിയേറ്ററാണ്, സൃഷ്ടാവാണ്, ഖാലിഖാണ്. നമുക്കറിയാലേ, നമ്മളൊരു നല്ല ഒരു ഇതിലൊക്കെ നോക്കി മീഡിയ ഒക്കെ നോക്കിയിട്ട് നല്ലൊരു റെസിപ്പി ഒക്കെ നോക്കിയിട്ട് ബിരിയാണിയോ അല്ലെങ്കിൽ ഒരു കേക്കോ ഒരു ഡെസേർട്ടോ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയാല് അത് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്ത് നല്ലതൊക്കെ പറഞ്ഞാല് നമുക്ക് അതിന്റെ ഒരു ഓണറാണ്, ഞാൻ ഉണ്ടാക്കി അതൊക്കെ തീർന്ന് ആരാരെയും ചോദിച്ചു വന്ന അങ്ങനത്തെ ഒക്കെ ഒരു അനുഭവം നമുക്കിപ്പോ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് അതൊരു ഓണർ എന്നുള്ള ഇതിൽ നമുക്കൊരു ഇതുണ്ട്. അപ്പൊ അതേപോലെ നമ്മള് മറ്റൊരു ഉദാഹരണം പറയാം, നമുക്കൊരു ഫോൺ ഉണ്ട്, അത് കുട്ടികളുടെ അടുത്ത് കളിച്ച് അത് കേടെടുത്തു. അപ്പൊ ഇതൊക്കെ നമുക്ക് ഭയങ്കര ശ്രദ്ധ ഉണ്ട്. അതേപോലെ തന്നെയാണ് അള്ളാഹു നമ്മൾക്ക് ഒരുപാട് ബോധേടാണ് നമ്മളെ കുറിച്ച്. അതുകൊണ്ടാണ് അള്ളാഹു ഇബാദത്ത് ചെയ്യാനും അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് നമുക്ക് തന്നെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആണ് അള്ളാഹു തരുള്ളൂ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയത് ഇബാദത്താണ്. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിലായിരിക്കാൻ പറഞ്ഞത്. നമ്മോട് എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നന്മക്കല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ഉപദ്രവകരമായ ഒരു കാര്യം അള്ളാഹു നമ്മോട് ചെയ്യാൻ പറയില്ല, നമ്മളുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് അത് കുറെ കാര്യങ്ങൾ നമ്മോട് ചെയ്യാൻ പറയും. നമ്മള് ജീവിതത്തിൽ വിജയികളാവാൻ വേണ്ടി, നമുക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയും കിട്ടാൻ വേണ്ടിയിട്ട്. ഖുർആൻ ഓതൽ തന്നെ നമുക്ക് പലർക്കും ഉണ്ടായ അനുഭവമായിരിക്കും. പല പ്രയാസങ്ങളുള്ള സമയത്ത് ഖുർആൻ എടുത്ത് ഓതുമ്പോൾ അല്ലെ, അള്ളാഹിനൊരു അടിമയോടുള്ള സ്നേഹത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലെ, ഒരർപ്പോതി എത്ര ഇരട്ടി പ്രതിഫലം അള്ളാഹു തരുന്നുണ്ട് അല്ലെ. അള്ളാഹുവിനെ നമ്മളോടുള്ള സ്നേഹം, ഒരു കുട്ടിക്ക് ഉമ്മയോടുള്ള സ്നേഹം അല്ല, ഉമ്മക്ക് കുട്ടിയോടുള്ള സ്നേഹത്തെക്കാള് 70 ഇരട്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളെ അടിമകളോടുള്ള സ്നേഹം. അപ്പൊ ആലോചിച്ചാൽ അറിയില്ല, ഒരു കുട്ടിനോട് എത്രമാത്രം സ്നേഹമാണ് ഒരു ഉമ്മ കാട്ടുന്നത്, അതിനേക്കാൾ 70 ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു എപ്പോഴും നമ്മൾ ഇബാദത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നത് പറയുന്നതും. ഇതാണ് അള്ളാഹുവിനെ ആരാധിക്കണം. അബ്ദു റബ്ബക്കും, നമുക്ക് നല്ലത് മാത്രമേ നമ്മുടെ റബ്ബ് പറഞ്ഞിട്ടുള്ളൂ, അത് നാം ചെയ്യണം. പിന്നെ അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്, വേറെ ഒരു സൃഷ്ടാവില്ല. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, വേറെ ഒരു സൃഷ്ടാവില്ല. സൂറത്ത് ആറാഫ് 54-ാം ആയത്തില് അലാ ലഹുൽ ഖൽഖു വൽ അംറു, ഒരു സംശയമില്ല അവനാണ് സൃഷ്ടാവ്, അവന്റെ അടുത്താണ് കാര്യങ്ങൾ. നമുക്കറിയാം, മക്കളില്ലാത്തിട്ട് വർഷങ്ങളായിട്ട് വിഷമിക്കുന്നവരല്ലേ. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ അവർക്ക് അത് അള്ളാഹു ഉണ്ടാവും എന്ന് പറഞ്ഞ മാത്രം അല്ലെ, വേണ്ടെന്ന് തീരുമാനിച്ചാല് അവർ എത്ര കോടികള് ലക്ഷങ്ങളും മുടക്കിയാലും അത്
നടക്കില്ല. കാരണം ഹൽക്ക് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു വേണ്ട എന്നുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് ഒരു വസ്തുവിനെയും കൊണ്ടുവരില്ല. ഇന്ന് നാം പഠിച്ചത് തെക്കുവ ഉള്ളവരാണ്. തെക്കുവയുടെ സ്ഥാനം വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിന്റെ ലക്ഷ്യം ഇബാദത്ത് ചെയ്യാനാണ്. ഇതിന് ഇബാദത്ത് ചെയ്യുന്നത് തെക്കുവ ഉണ്ടാവാനാണ്. അതുപോലെ അനുസരിക്കുക. അടുത്ത് ഇബാദത്ത് ചെയ്യുന്നത് വഴി ആർക്കാണ് പ്രയോജനം? അത് അവന് തന്നെയാണ് അല്ലെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ, സംരക്ഷണം, നമുക്ക് നമ്മളെ തന്നെ എന്തിൽ നിന്നാണ്? നരകത്തിൽ നിന്നല്ലേ. നരകത്തിൽ നിന്ന് സംരക്ഷണം കിട്ടാനും സ്വർഗപ്രവേശനം ലഭിക്കാനുമാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. ഇബാദത്ത് ചെയ്യുന്നില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. അള്ളാഹുവിന് നിങ്ങളുടെ ആരാധന എന്താണ്? ആവശ്യമില്ല. അള്ളാഹുവിന് യാതൊരു പ്രയോജനമില്ല. കാരണം നമ്മൾ ആരാധിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിന് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും, ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ സൃഷ്ടികളും എന്താണ്? അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്. സൂറത്ത് ഇസ്രാ 44-ാമത്തെ ആയത്ത്, ഇസ്രാ 44-ാമത്തെ ആയത്ത്, യാതൊരു വസ്തുവും അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കാത്തതായി ഇല്ല. തിർമിദിയിൽ നിന്നും നിവേദനം ചെയ്യുന്ന, അബൂദർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം നിങ്ങൾ കാണാത്തത് ഞാൻ കാണുകയും കേൾക്കാത്തത് ഞാൻ കേൾക്കുകയും ചെയ്യുന്നു. ആകാശം ശബ്ദിക്കാറായിരിക്കുന്നു, അതിന് ശബ്ദിക്കാൻ അവകാശവുമുണ്ട്. 4 വിരലിന് അവിടെ സ്ഥലമുണ്ടെങ്കിൽ അവിടെ മലക്കുകൾ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നമസ്കാരങ്ങൾ പോലും നമുക്ക് അറിയാം അല്ലെ, ചെയ്തു തീർക്കാൻ വേണ്ടി ഉള്ളതായിരിക്കും. പലപ്പോഴും കുട്ടികളൊന്നല്ല, നമ്മൾ തന്നെ അത് തീർത്ത് വന്ന അങ്ങനെ ഒരു പറച്ചിൽ തന്നെ ആളുകൾക്കിടയിലുണ്ട്. അത് തീർത്ത് കളയാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾക്ക് അങ്ങനെ ഒരു തീർക്കുക എന്നുള്ള ഒരു സംഗതി അവിടെ വരില്ല. കാരണം നമ്മള് വിശന്ന് കഴിഞ്ഞാല് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മള് ഇതെന്താ ഒരു കഷ്ടത്തിനെന്ന് ആ രീതിയിൽ നമ്മൾ വിചാരിക്കുകയല്ല. അപ്പൊ അതേപോലെ നമുക്കൊരു ഇഷ്ടമുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളത് തീർത്ത് പോരാൻ നോക്കൂലല്ലോ. കുറെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് അത് സമയം കൂടുതൽ ചെലവഴിക്കാനുള്ള ആ ഒരു രീതി ആവണം നമ്മളുടെ ഇബാദത്തുകളില്. നമസ്കാരമൊക്കെ അങ്ങനെ ആയി മാറണം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഇബാദത്ത് ചെയ്ത് മുത്തഖീങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ഈ രീതിയിലേക്ക് എത്താൻ കഴിയും. ഖുർആൻ ഓതുക അല്ലെ, ഓരോ അക്ഷരത്തിലും അള്ളാഹു 10 ഇരട്ടി പ്രതിഫലം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അതിന്റെ പ്രയോജനം. കൂടുതൽ പ്രയോജനം കിട്ടണമെങ്കിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യണം. പിന്നെ ആളുകളോട് പ്രതികരിക്കുമ്പോൾ ക്ഷമ കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്കല്ല, നമുക്കാണ് പ്രയോജനം. പരദൂഷണം പറയാതിരിക്കണം. പറയുമ്പോൾ താൽക്കാലിക സുഖം മാത്രമേ ഉള്ളൂ. പരലോകത്തെത്തി നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥ നമുക്ക് ഇല്ലാതിരിക്കട്ടെ. പ്രത്യേകിച്ച് സ്ത്രീകളായ നമുക്ക് നാവിനെ പ്രത്യേകം സൂക്ഷിക്കാൻ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. അബ്ദൂ റബ്ബക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന ആയത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇബാദത്തിനെ കുറിച്ചും തഖ്വയെ കുറിച്ചും നമുക്ക് ഇങ്ങനെ തദബ്ബുർ ചെയ്ത് സംസാരിക്കാൻ കഴിയും. ഖുർആന്റെ ആഴവും പരപ്പും നമുക്ക് എടുത്താൽ തീരൂല അല്ലെ. വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് ഈ ഖുർആന്. അറിവ് നേടുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും പറഞ്ഞല്ലേ. ഈ ഇബാദത്തുകളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അറിവ് വേണം. ഭൂമിയിലേക്ക് വന്നത് ഇബാദത്ത് ചെയ്യാനാണ് അല്ലെ. അറിവില്ലാതെ നമുക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അല്ലെ, ഹൈറേത അല്ലെ ഷറേത, ഇത് നന്മ തിന്മ ഇങ്ങനെ വേർതിരിച്ചറിയണമെങ്കിൽ നമുക്ക് അറിവ് നേടിയേ മതിയാവും അല്ലെ. അപ്പൊ അറിവ് നേടി അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത് എന്താണോ തൃപ്തി ഇല്ലാത്തത് എന്താണോ അല്ലെ, നമുക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കണ്ടേ. അതിന് നമുക്ക് അറിവ് വേണം. നമുക്ക് ഇൽമുണ്ടെങ്കിലേ അതിന് പറ്റുകയുള്ളൂ. നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നതിന്റെ ഉദ്ദേശം, ഈ തദബ്ബുർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇതൊക്കെ തന്നെയാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എങ്ങനെയെല്ലാം ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കും അല്ലെ, ഏതൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല, ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അറിവ് വേണം. അത് ഇൽമു അബ്ലൽ ഖൗലി വൽ അമലി, ഇമാം ബുഖാരി പറയുന്നു. ഇൽമു എന്ന് പറയുന്നത് വാക്കിനും പ്രവൃത്തിക്കും മുമ്പ് വരേണ്ട കാര്യമാണ്. അപ്പൊ അറിവ് നേടല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അബ്ദൂ റബ്ബക്കും എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യുക എന്ന് അറിഞ്ഞിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ അല്ലെ തഖ്വ നേടണമെങ്കിൽ, ഇബാദത്ത് ചെയ്യണമെങ്കിൽ ഇനിയും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും
മനസ്സിലാക്കാനും ചിന്തിക്കാനും കൂടുതൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു തദബ്ബുർ തന്നെ ഒരു ഇബാദത്താണ്. എത്ര മണിക്കൂർ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ആയത്ത് ചെറിയൊരു 2 സെക്കൻഡ് കൊണ്ട് ഓതി തീരുന്ന ഈ ഒരു ആയത്ത് തന്നെ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിൽ തദബ്ബുർ ചെയ്ത് ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ സാധിക്കും. അപ്പൊ അള്ളാഹു ഈ ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ സദസ്സിലുള്ള എല്ലാവരെയും ഞാൻ ഒരു കാര്യം കൂടി ഉണർത്താണ്. എൻ്റെ വല്യമ്മ മരിച്ചിട്ട് 3-ാമത്തെ ദിവസമാണ് ഇന്ന്. അവിടെ കർമ്മം അങ്ങനെ ആളുകൾ വരും. 3 ദിവസം തസ്തിയത്ത് എന്താ പറയാ അങ്ങനെ ദുഃഖാചരണം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് മരിവിന്റെ സമയത്താണ് വീട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് ആയത്തുകൾ കൂടുതൽ എന്തെങ്കിലും വിട്ടുപോയിട്ടോ അല്ലെങ്കിൽ ചേർക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലൂടെ വന്ന് ഇതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞു തരണം. ഒരു അപേക്ഷയാണ്. വല്യമ്മക്ക് വേണ്ടി നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തുക. ഖബറിസ്ഥാനാവാനും അതോടൊപ്പം നമ്മളെന്നും പിരിഞ്ഞു പോയ എല്ലാവരെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വീഴ്ചകൾ വന്നത് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളെയും മരിച്ചുപോയ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂടി സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. سلام على المرسلين والحمد لله رب العالمين. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.